ഒരുപാട് കസ്റ്റമർ നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ഓഫ് ആയി കഴിഞ്ഞാൽ വെള്ള ടാങ്കിൽ ഓവർഫ്ലോ പറ്റ വരുമ്പോൾ ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോട്ടർ എങ്ങനെ ഓൺ ആക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വാട്ടർ ലെവൽ കൺട്രോൾ അതിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് നനയ്ക്കാനോ അല്ല വേറെ വീട്ടാവശ്യത്തിനോ വെള്ളം ഒന്ന് പമ്പ് ചെയ്ത് ഔട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്കത് ഇത് ഓൺ ആകണമെങ്കിൽ പകുതിയിൽ താഴെ ആകുന്നവരെ വെള്ളം യൂസ് ചെയ്യണം, എന്നാലേ ഓൺ ആകും. അപ്പൊ അതിനു വേണ്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ആണ് ഞാൻ ഈ ഓട്ടോമാറ്റിക് കാണിച്ചത്. ഇത് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓൺ ആവില്ല. അപ്പൊ ഈ സ്വിച്ച് ബൈപ്പാസ് സ്വിച്ച് ഓൺ ആക്കിയാൽ ഓൺ ആവും, ഓഫ് ആക്കിയാൽ ഓഫ്. ഇത് ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ഓപ്പറേഷനൊക്കെ ഈ സ്വിച്ച് ഓണും ഓഫും ആക്കണം ഇതിലാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ഓഫ് ആക്കിയിട്ടാ പിന്നെ ഇത് ഓൺ ആവും. കണ്ടോ, ഇപ്പൊ ബൈപ്പാസ് സ്വിച്ച് കണക്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ ഇത് മോട്ടറിന്റെ ത്രൂ വയർ, 2 ത്രൂ വയർ ആ പ്ലഗ് ഓൺ ആകുമ്പോ മോട്ടർ വർക്ക് ഉണ്ടോ, ഇത് ഓഫ് ആകുമ്പോ മോട്ടർ ഓഫ് ആകും. അപ്പൊ ഇത് മോട്ടറായിട്ട് സങ്കല്പിക്കുക. ഇത് സിസ്റ്റം കൊടുക്കണം. ആദ്യം ഒന്ന് കാണിക്കാം. സിസ്റ്റം ആദ്യം കൊടുക്കാം. ഈ സിസ്റ്റത്തിന്റെ ഇതൊരെണ്ണം ത്രൂ ആണ്. ഇത് കട്ട് ചെയ്ത പേസിന്റെ ഒരറ്റത്ത് റെഡ് കൊടുക്കുക, മറ്റേ അറ്റത്ത് ആദ്യം നിന്ന് വന്ന ഒരു വയർ കൊടുക്കുക. ആ 2 വയറും ഇതിൽ ഓരോന്ന് കൊടുക്കുക. അത്രേ ഉള്ളൂ. കണ്ട, അപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്ന് വന്ന വയർ, ഈ വന്ന കറണ്ട് ഈ സിസ്റ്റം വഴി കയറിയിട്ട് സിസ്റ്റം വഴി ഇറങ്ങി ഇങ്ങോട്ട് മോട്ടറിലേക്ക് പോകണം. അത്രേ ഉള്ളൂ. കണ്ട, പ്ലഗ് എന്ന് വന്ന വയർ ഒരെണ്ണം ത്രൂ മോട്ടറിലേക്ക്, രണ്ടാമത്തെ ഫേസ് കട്ട് ചെയ്ത് അത് ഫേസ് കട്ട് ചെയ്ത ഫേസ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കയറി, എന്നിട്ട് സിസ്റ്റം വഴി ഇറങ്ങി വന്ന വയർ റെഡ് ആയിട്ട് അപ്പം പോകും. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് കണ്ട, ഇതിപ്പോ ഇനി സിസ്റ്റം ഇത് ഓണാകുമ്പോ ഇത് താഴത്തേക്ക് വലിഞ്ഞ് ഓണാകുമ്പോ വർക്ക് ചെയ്യും, ഇത് ഓഫ് ആകുമ്പോ ഓഫ് ആകും. അപ്പൊ അത്ര സിസ്റ്റത്തിന് കൊടുക്കണ കണക്ഷനാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നെങ്കിൽ ഈ ബൈപ്പാസ് സ്വിച്ച് കൊടുക്കാൻ വേണ്ടി ഒന്നും കൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബൈപ്പാസ് കൊടുക്കണം കാണിച്ചു തരാം. ഈ സ്വിച്ചില് ബോക്സിലേക്ക് കയറ്റി, ഇതൊരു സിംഗിൾ സ്വിച്ചിന്റെ ബോക്സ് ആണ്, ഇതിലേക്ക് കയറ്റുക. അത് കയറ്റി, ഇത് സിസ്റ്റത്തിൽ നിന്ന് തന്നെ വരും. വേണ്ട, സിസ്റ്റത്തിൽ നിന്ന് തന്നെ 2 പേര് കയറ്റി, അത് ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി ഇതിൽ വയർ ഇറക്കി കൊണ്ടുപോകണം. ഇതിൽ നിന്ന് ഇതിലേക്ക് കൊണ്ടുപോകണം. ഇത് 2 പേര്, ആ 2 പേര് ഈ കട്ട് ചെയ്ത വയർ ഇത് തന്നെ, ഈ 2 പേരും കൊടുത്തു. എപ്പോഴും വൈദ്യുതി ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്യരുത്. കണ്ട, സിസ്റ്റത്തിലേക്ക് ഒരു വയർ സിസ്റ്റത്തിലേക്ക് ഇതിനകത്ത് കൂടി എടുക്കണം. മോട്ടറിൽ ഒരു വയർ മാത്രമേ കട്ട് ചെയ്യാവൂ. ഞാൻ ഒന്നും കൂടി കൂടെ പറയുകയാണ്. ഈ ഒരു വയർ ത്രൂ പൊക്കോട്ടെ. ഇനി എർത്തുള്ള വയറാണ് അതൊന്നും ചെയ്യണ്ട, 3 പേരും പൊക്കോട്ടെ. ഇനി എർത്ത് താഴത്ത് നിന്നാ കൊടുത്തേക്കണെങ്കിൽ അതൊന്നും ചെയ്യണ്ട. ഈ 2 വയർ പവർ പ്ലഗ് എന്ന് പറഞ്ഞ 2 വയർ ഇതിലൊന്ന് മാത്രം കട്ട് ചെയ്യുക. അത് ഫേസ് ആണെങ്കിൽ നല്ലത്, ന്യൂട്രലാണെങ്കിലും വരയ്ക്കും കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇത് ഇതിനകത്തേക്ക് എടുക്കുക. ഇനി സ്വിച്ച് ബോർഡ് ആ 2 വയർ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് എടുക്കുക. ബ്ലാക്കിലേക്ക് കണക്ട് ചെയ്യുക, റെഡിലേക്ക്. ന്യൂട്രലും ഫേസും ഇതിൽ സിസ്റ്റത്തിലേക്ക് പോകണമെന്ന് മാറിപ്പോയാലൊന്നും പ്രശ്നമില്ല. എന്നാലും റെഡ് കുടിക്കുന്നല്ല. അപ്പൊ ഇത് കൊടുത്ത് അപ്പൊ ഈ സിസ്റ്റത്തിലേക്ക് വന്ന് ഇനി ഇവിടെ നിന്ന് ഇപ്പൊ ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓണാകുമ്പോൾ വർക്ക് ചെയ്യും. വേണ്ട, ഇനി ഇത് രണ്ടും നീക്ക് താഴത്ത് ബൈപ്പാസ് സ്വിച്ച് വയ്ക്കാൻ പോകണം ഇനിയാ. കാരണം ഈ സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ചിലേക്ക് ഇത് താഴത്ത് നിങ്ങളുടെ ഭിത്തിയിൽ, മോട്ടറിന്റെ അടുത്ത ഭിത്തിയിൽ ഇങ്ങനെ ഈ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് അഴിച്ചിട്ട് ഈ റെഡ് വയർ മുകളിലത്തെ കാലയിൽ കൊടുക്കുക, ബ്ലാക്ക് വയർ താഴത്തെ കാലയിൽ കൊടുക്കുക. എന്നിട്ട് ഈ സ്വിച്ച് ബോർഡ് അടയ്ക്കുക. അപ്പൊ ബോക്സ് അടച്ച് ഈ ബൈപ്പാസ് സ്വിച്ച് ഓണാക്കിയാൽ മതി. അത് കഴിഞ്ഞ് നനയൊക്കെ കഴിഞ്ഞ് ബൈപ്പാസ് സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റം വർക്ക് ചെയ്തു. എന്താ, പിന്നെ സിസ്റ്റം വർക്ക് ചെയ്തുള്ളൂ. അപ്പൊ ഏത് വിധത്തിൽ ഉപയോഗിക്കാം. പിന്നെ ഇത് നനയ്ക്കണമെങ്കിൽ നനച്ചു കഴിഞ്ഞാൽ ഇത് നനയ്ക്കണം, ഈ ബൈപ്പാസ് സ്വിച്ച് ഓണാക്കി നനയ്ക്കാം. പക്ഷെ അത് പരിപാടി കഴിഞ്ഞ് ഓഫ് ആക്കണം, എന്നാലും സിസ്റ്റത്തിലേക്ക് കറണ്ട് കയറുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അത് സിമ്പിളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മതി. 2 വയറിന്റെ കണക്ഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് കൊടുക്കുക. ആ 2 വയറും കൂടി ഷോർട്ടായിട്ട് ഓരോ കാലയിലും സ്വിച്ചിന്റെ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഇട്ട് തരാം. താല്പര്യമുള്ളവർ വാങ്ങിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക.